1500 2000 സിനിമയോട് അഭിനയിച്ചാണ് മിസ്റ്റർ ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കൊടുത്തിട്ടില്ല ഇതുവരെ അല്ലേ? കേരള ഗവൺമെൻറ്. അതേപോലെ ഒരു വലിയ മനുഷ്യന് കിട്ടാത്ത അവാർഡ് നമുക്ക് കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? കറക്റ്റാണ്. ജഗദീഷ് കുമാറിന് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ ഒരു നടൻ കിട്ടിയിട്ടില്ല. പക്ഷെ പലരുടെയും മനസ്സിൽ അതൊരു അവാർഡായിട്ട് കിട്ടിയിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. ജനങ്ങളുടെ മനസ്സിനകത്ത് അങ്ങേർക്ക് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിൽ. അതെ. പക്ഷെ നമ്മളിത് അറിയുമ്പോഴാണ്, നമ്മളത് അറിഞ്ഞപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് അയ്യോ എന്തൊരു കഷ്ടമാണ് എന്നുള്ളത്. ജഗതിയായിട്ടുള്ള അഭിനയം എങ്ങനെയായിരുന്നു? അമൃതചേട്ടനോട് അഭിനയിക്കുമ്പോഴേ നമ്മളെ ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരും. മനസ്സിലായില്ലേ? അതായത് നമ്മളിന്ന് ഇത്രയും വരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വരുത്താനായിട്ടുള്ള ചില സാധനങ്ങൾ ഇട്ട് വരുത്തിക്കും ഇങ്ങോട്ട്. അങ്ങനെയുള്ള കഴിവുണ്ട്. പിന്നെ തീരെ വരുന്നില്ലെങ്കിൽ ചുറ്റിക്കുകയും ചെയ്യും. അത് വേറെ വിഷയം. മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. എപ്പോഴും ചേച്ചി പറയും ഒരു പനി പോലും. മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു? ഇല്ല. അതെന്നാ കാരണം പറയുന്നത്? ഇങ്ങനെ ഓരോരുത്തരോട് കളത്തിൽ പറയേണ്ടി വരും. അല്ല, മൊബൈൽ ഫോൺ ഇല്ലാഞ്ഞിട്ട് പോലും അമ്പലച്ചേട്ടനെ കിടന്ന് നോക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ ഞാനൊക്കെ എൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞിട്ട് അനിയ 2 മണിക്കൂർ ഞാൻ ഇവിടെ നിന്ന് കിടന്നോട്ടെ. എൻ്റെ മുറി കയറി കിടന്നിറങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അമ്പലച്ചേട്ടൻ്റെ മുറി ഉണ്ട് അപ്പുറത്ത്. അവിടെ കിടന്ന ആൾക്കാർ ഒന്ന് വിളിച്ചോണ്ടിരിക്കും. ഇത് നോക്കുമ്പോൾ അമ്പലച്ചേട്ടൻ്റെ താക്കോൽ റിസപ്ഷനെ ഉണ്ടാവും. സാറില്ല, വന്നിട്ടില്ല, എൻ്റെ മുറി സുഖമായിട്ട് 2 മണിക്കൂർ താങ്ക് യു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് എയർപോർട്ടിൽ വരുമ്പോൾ അമ്പലച്ചേട്ടൻ ഉണ്ടാവും ഫ്ലൈറ്റിൽ. ഇറങ്ങി വന്നപ്പോൾ ഒരു 4-5 എക്സിക്യൂട്ടീവ്സ് ആരോഗ്യമുള്ളവർക്ക് എന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിരുന്നു. ചിരിച്ചു പോയി ഞാൻ. എന്താ പറയുക, എല്ലാവരും എന്നെ വിളിക്കാനാ വന്നേക്കുന്ന സായി, ആരോഗ്യമുള്ളവർക്ക് എന്നെ കൊണ്ടുപോകാം. പിടിച്ചു വലിച്ച് ചേച്ചി പറയും ഒരു പനി വന്നാൽ പോലും വീട്ടിലടങ്ങിയിരിക്കില്ല, ഷൂട്ടിന് പോകും. അത്ര സിനിമ ഡെഡിക്കേഷൻ ഭയങ്കര. എൻ്റെ അടുത്ത് പറയും അനിയാ നമ്മൾ ഇതിന് അച്ചാരം വാങ്ങിച്ചാൽ നമ്മൾ ചെയ്യണം. ഞാനും കൂതറ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ കൂതറ പടം കാശിന് വേണ്ടിയിട്ട്, അല്ലാതെ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പുരസ്കാരം എനിക്കൊരു വിഷയമല്ല.